ഹലോ ഗൈസ്, ആൻഡമാനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാലാപാനി എന്ന വിളിപ്പേരുള്ള സെല്ലുലാർ ജയിലിലേക്കാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് അനേകം മനുഷ്യരുടെ പേടി സ്വപ്നം ദുരിതടവുമായിരുന്ന സെല്ലുലാർ ജയിൽ. നമ്മൾ സ്കൂളിൽ പഠിച്ചതും പിന്നെ കാലാപാനി എന്ന സിനിമയിൽ കണ്ടതുമായിട്ട് നോക്കുമ്പോൾ ഇവിടത്തെക്കുറിച്ച് നമുക്കൊരു ഭീകരമായൊരു ചിത്രം തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. അതായത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഓഫീസേഴ്സൊക്കെ താമസിച്ചിരുന്നതും അവർ ഓഫീസ് വർക്ക് ചെയ്തിരുന്നതായുള്ള സ്ഥലമാണ് ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ്, വിദേശിയാണെങ്കിൽ 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ ചെല്ലുമ്പോൾ 2 വശത്തായിട്ട് നമുക്ക് മ്യൂസിയം കാണും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മ്യൂസിയത്തിനകത്തേക്ക് കയറി. ആൻഡമാൻ്റെ ചരിത്രവും സെല്ലുലാർ ജയിലിലെ ചരിത്രവും വിവരിക്കുന്നതായിട്ടുള്ള ധാരാളം ചിത്രങ്ങളും പോസ്റ്ററുകളും എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കാം. നമുക്കപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഗൈഡിനെ കിട്ടും. സെല്ലുലാർ ജയിലിലെ അന്നത്തെ പിക്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെല്ലുലാർ ജയിൽ ശരിക്കും എന്ത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 7 ശാഖകൾ പോലെ ഒരു സ്റ്റാർ പോലുള്ള രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരാൾ നിന്നിട്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ 7 വിങ്ങുകളും ചേരുന്നത് നടുക്കുള്ള ഒരു ടവറിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സിലൂട്ടിലായിട്ട് അന്നത്തെ ഓഫീസർമാരുടെ യൂണിഫോമും തടവുകാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പിന്നെ അവരെ പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന താഴും പിന്നെ കഴുത്തിൽ തൂക്കിയിടുന്ന ഒരുതരം ചെയിൻ പോലുള്ള സംഭവം അതിൻ്റെ കീയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോക്കിൻ്റെയൊക്കെ വലിപ്പം തന്നെ കണ്ടാൽ മനസ്സിലാക്കാം എത്ര ഭീകരമായിരുന്നു എന്നുള്ളത്. അപ്പോൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സെല്ലുലാർ ജയിലിൻ്റെ അങ്ങോട്ട് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് സൈഡിലായിട്ട് ഈ ഒരു കെടാവിളക്ക് കണ്ടത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആൾക്കാരെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു കെടാവിളക്കാണത്. ഇവിടെ കാണുന്ന ഈ ഒരു മരത്തിനും ധാരാളം പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു ജയിലിലെ എല്ലാ കഥകളും ദുരിതങ്ങളും അറിയുന്ന ഒരു മരമാണത്. കാരണം ഈ ജയിൽ പണിയുന്ന സമയത്തും ഈ മരം അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പടിഞ്ഞാറേ ബ്ലോക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് സൗത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. സൗത്ത് ബ്ലോക്കിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് പടിഞ്ഞാറേ ബ്ലോക്കിൻ്റെ പുറകുവശമായിട്ടാണ്. അതായത് ഈ ഓരോന്നിനെ പറയുന്നത് വിങ്ങുകൾ എന്നാണ്. അപ്പോൾ ഈ വിങ്ങുകളിലുള്ള ആൾക്കാർക്ക് പരസ്പരം ആശയവിനിമയം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മറ്റേ ആൾക്കാർ ആരാണെന്നോ എന്താണെന്നോ അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 7 വിങ്ങുകളും ഇതിലെ 3 നിലകളും ഓരോ സെല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരേ അളവിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത അഭിപ്രായമാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇതുള്ളത്. പക്ഷേ ഇത്ര ഭംഗിയൊക്കെ ആണെങ്കിലും അന്ന് ഇവിടെ താമസിച്ചവർ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും എന്തോ ഒരു പോലത്തെ അവസ്ഥയാണ് കേട്ടോ. ഈ ഓരോ വിങ്ങുകളും കൂടിച്ചേരുന്നത് നടുക്കുള്ള ഒരു ടവറിലേക്കാണ്. അതിനാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ 7 വിങ്ങുകളിലും ഒരാളെങ്കിലും പുറത്ത് ചാടുന്നതോ കാര്യങ്ങളോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിലൂടെ കയറി ഈ ഒരു ബ്ലോക്കിലേക്ക് വന്നു. അപ്പോൾ ഓരോ സെല്ലുകളായിട്ടൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്കോട്ടൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഈ 7 വിങ്ങുകളിലേക്കും അതായത് ഓരോ ഭാഗത്തേക്കും പോകാനായിട്ട് നമ്മളിപ്പോൾ കയറി വന്ന ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജയിൽ ചാടി പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു മരത്തിൻ്റെ പാലമുണ്ട്. അതായത് ഈ 7 വിങ്ങിലേക്കും 7 സൈഡിലായിട്ട് ഓരോ പാലങ്ങളുണ്ട്. ആ പാലങ്ങളൊക്കെ തന്നെ തടവുകാർ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മടക്കി വെക്കുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഈ മെയിൻ ടവറും ഈ വിങ്ങും തമ്മിൽ ചെറിയ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ആൾക്കാർക്കും ഒരു കാരണവശാലും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഓരോ സെല്ലുകളും വളരെ ചെറുതാണ്. അതിൽ ലോക്കൊക്കെ വരുന്നത് ഒരാൾക്ക് കൈയിട്ട് പുറത്തുനിന്ന് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മറ്റേ ജയിലിലെ ഭിത്തിക്കിടയിലാണ് ഇവിടുത്തെ താഴെ ലോക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് കൈയിട്ട് പോലും ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ചെറിയൊരു വെന്റിലേറ്റർ പോലത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ പുറത്ത് കൊണ്ടുപോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുകയാണെങ്കിൽ റൂമിലൊരു പ്ലേറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റൂമിൽ തന്നെ സെല്ലിനകത്ത് തന്നെ ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ്.
പകലന്തിയോളം പണിയും പിന്നെ കുറേ അസുഖങ്ങളും വളരെ ചെറിയ രീതിയിലുള്ള ഭക്ഷണവും മാത്രമേ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ധാരാളം പീഡനങ്ങളൊക്കെ അനുഭവിച്ചാണ് ഇവിടെയുള്ളവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് വന്നപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീർ സവർക്കർ താമസിച്ചിരുന്ന സെല്ലാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുതപ്പും അദ്ദേഹത്തിൻ്റെ പ്ലേറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഏകാന്ത തടവാണ് ഇവിടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ളവരായിട്ടൊന്നും കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അഭിഭാഷകനും എഴുത്തുകാരനും കവിയും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയിരുന്നു വിനായക് ദാമോദർ സവർക്കർ എന്ന് നമ്മൾ പറയുന്ന വീർ സവർക്കർ. അദ്ദേഹം ഒരു 10 വർഷം ഈ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെല്ലൊക്കെ കണ്ട് നമ്മളങ്ങനെ ഈ ഒരു വരാന്തയിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ചിട്ടുള്ള ധാരാളം ദുരിതങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലൂടെ കടന്നു വരും കേട്ടോ. 1893 നിർമ്മാണം തുടങ്ങിയ ഈ സെല്ലുലാർ ജയിൽ പണി പൂർത്തീകരിച്ചത് 1906 ചുടുകട്ടകൾ കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണം ഫുള്ള് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു മരത്തിൻ്റെ പാലമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ആ ഒരു മടക്കി വെക്കുന്ന പാലമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊക്കെ. നമ്മൾ ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിലായിട്ട് ബീച്ചൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ബീച്ചാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ 7 വിങ്ങുകളും ഇവിടെ ഇല്ല, ആകെ 3 മാത്രമേ ഉള്ളൂ. ബാക്കി 4 പൊളിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വിങ്ങുകളുടെ മുകളിൽ ആ ടെറസ് പോലത്തെ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 3 ഭാഗങ്ങളായിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി അപ്പുറത്തൊക്കെ ഉള്ളത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ്. ഇതിനുശേഷം നമ്മൾ നേരെ താഴേക്ക് ചെന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ ഗാലോസ് എന്നുള്ള സ്ഥലത്തേക്കാണ്. ഗാലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടാണ് അന്നത്തെ തടവുകാരെയൊക്കെ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ 3 തൂക്കുകാരൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിന് താഴെ തന്നെ ഒരു വൈറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴേക്കാണ് മരിച്ച ശേഷം അവരുടെ ഡെഡ് ബോഡി ചെന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറിയുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് നിന്നപ്പം അന്ന് അവിടെ കുറേ പണിശാലകളുണ്ടായിരുന്നു. അവർ പകൽ സമയത്തൊക്കെ അധികവും ചെയ്യുന്ന തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ആട്ടുക എന്നുള്ളതാണ്, ചക്കിലാട്ടുക എന്നുള്ളതാണ്. പിന്നെ അവരൊക്കെ കൊടുക്കുന്ന ശിക്ഷാരീതികൾ എങ്ങനെയാണ്, അതാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ട് ചാരി നിർത്തിയിട്ടാണ് അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവർ എങ്ങനെയാണ് ആ ചങ്ങലയൊക്കെ ദേഹത്ത് ധരിച്ചിരുന്നത്, പിന്നെ അവരെന്തൊക്കെ പണികളാണ് ചെയ്തിരുന്നത്, അങ്ങനെ കുറേ മാതൃകകൾ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് കുറേ കമ്പി കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ വെച്ചിട്ട് നമുക്ക് എന്നും വൈകുന്നേരം 5 മണി മുതൽ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ളത് വെറും 2 ദിവസങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നല്ല അതിന് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസം ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ചേർക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, ഇവിടുത്തെ രീതികൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്തൂടെ കൂടുതൽ ക്ലിയർ ആവാൻ പറ്റും. 5 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് എല്ലാവരെയും പുറത്താക്കും, കാരണം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങാൻ സമയമായി. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചിലേക്കാണ് കേട്ടോ. കോർമിൻസ്കോവ് ബീച്ചിലേക്കാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും തന്നെയില്ല. വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ ബീച്ചിൽ ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സന്ധ്യ ആവാറായതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട്. കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇതിലെ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് നടന്നു കേട്ടോ. അതിരാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ സന്ധ്യയായി, ഇരുട്ടായി. ഇപ്പോൾ സമയം 6:15 ഇപ്പോൾ നല്ല പാതിരാത്രിയുടെ അത്ര ഇരുട്ടായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിപ്പോൾ ഇവിടെ അധികം നേരം ചിലവഴിക്കുന്നില്ല. നേരെ നമ്മൾ രാവിലെ വന്നതിന് ശേഷം ഇന്ന് റൂമിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോളിഡേ ഹോമിലേക്ക് ചെന്നിട്ട്, നമ്മുടെ സ്റ്റേ ഉള്ളത് ഹോളിഡേ ഹോമിലാണ്. അപ്പോൾ അവിടെ ചെന്ന് റൂമിൽ ലഗേജൊക്കെ കൊണ്ടുവച്ചു, ഒന്ന് ഫ്രഷായി. അതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡിന് നമ്മൾ പറഞ്ഞിരുന്നത് ചപ്പാത്തിയും ചോറും ദാൽ ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെളിയിലൂടെയൊക്കെ നടന്ന് ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൻഡമാൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. സമുദ്രിക മ്യൂസിയത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാനും മറക്കല്ലേ. ഓക്കെ, ബൈ.